രഹസ്യത്തെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ്. കുണ്ടലിനി തന്ത്രമാർഗം. നിങ്ങളിൽ പലരും കുണ്ടലിനി ശക്തി എന്ന് കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. ചിലരൊക്കെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ തന്നെ പങ്കെടുത്തിട്ടുള്ള പല ആൾക്കാരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളുടെ വിഷയം, നമ്മുടെ 6 ദിവസത്തെ ഈ കോഴ്സിൽ കുണ്ടലിനി തന്ത്രമാർഗത്തെക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കും മുമ്പ് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേവലം 18ാമത്തെ വയസ്സിൽ സത്യാന്വേഷിയായി യാത്ര പുറപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ അവസരമാണ്. ഇന്നത്തെ +2 ഇന്നത്തെ +2 കഴിഞ്ഞ കുട്ടികളെ നമുക്കറിയാം. അന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം 1991 അല്ലേ, 1991 മുമ്പ് ജനിച്ച എത്ര പേര് ഇവിടെ ഉണ്ട് എനിക്കറിയില്ല. ഏതായാലും 1991 അന്ന് മൊബൈൽ ഫോൺ സംവിധാനമൊന്നുമില്ല. ലാൻഡ് ഫോൺ തന്നെ വളരെ വിരളമാണ്. എൻ്റെ ഗ്രാമത്തിൽ ഒരേ ഒരു ലാൻഡ് ഫോണാണ് ഉണ്ടായിരുന്നത്. ഒരു പീടികയിൽ ഒരു ലാൻഡ് ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീട്ടിലൊന്നും ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു സഞ്ചിയും തൂക്കി സത്യാന്വേഷിയായി ഭാരതദേശമൊട്ടാകെ യാത്ര പുറപ്പെട്ടു. ഹിമാലയമായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിലും ഹിമാലയത്തിലേക്ക് എനിക്ക് പോകുവാൻ സാധിച്ചില്ല. ഞാൻ ഉജ്ജയിനിലെ കുംഭമേള കൂടി. 1992 ഞാൻ ഹിമാലയത്തിൽ പോകുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. പക്ഷേ ആ സമയത്താണ് നിർഭാഗ്യവശാൽ ബാബറി മസ്ജിദ് രാമജന്മഭൂമി പ്രശ്നം നിങ്ങൾക്കറിയാം. അവിടെ പൊളിക്കുന്നതും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും ഉത്തരേന്ത്യയിലൊക്കെ കലാപം വ്യാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോലീസ് എന്നോട് നിർബന്ധമായിട്ട് തിരിച്ചു പോവുക, ഇപ്പോൾ അങ്ങോട്ട് UP-യിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2 വർഷക്കാലം ഭാരതദേശമൊട്ടാകെ പാരിവ്രാജകനായി, പരിവ്രാജകൻ എന്ന് പറഞ്ഞാൽ സത്യാന്വേഷിയായി ഒന്നും ഹോൾഡ് ചെയ്യാതെ യാത്ര ചെയ്യുന്നത്. കയ്യിൽ പണം കരുതിയിട്ടോ ഒന്നുമല്ല, ബാങ്ക് ബാലൻസ് കൊണ്ടോ ATM കാർഡോ ഒന്നുമില്ല, ഒരു കാർഡും ഇല്ല നമ്മുടെ കയ്യിൽ. ഓക്കെ, ATM കാർഡും ഇല്ല, വിസിറ്റിംഗ് കാർഡും ഇല്ല. അപ്പോൾ അങ്ങനത്തെ യാത്രയ്ക്കാണ് പാരിവ്രാജകനായ യാത്ര എന്ന് പറയുക. ഈശ്വരനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള യാത്ര. ആ യാത്രയുടെ ഒരു 2ാമത്തെയോ 3ാമത്തെയോ സ്റ്റേജിലാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ ഇവിടെ ഈ കൊടകിലുള്ള വിരാജ്പേട്ടയിലുള്ള മനോഹരമായ ഈ ശ്രുതലയം സച്ചിദാനന്ദ ആശ്രമത്തിൽ എന്നെ കാണുക. അപ്പോൾ ഇതിനുണ്ടായ പല സംഭവങ്ങളിൽ, ചില സംഭവങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകളിൽ ഒരുപക്ഷെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ സാധിക്കുമായിരിക്കും. ഞാനിപ്പോൾ ഇത് ആമുഖമായി പറഞ്ഞത്. ഇതിനുശേഷം എൻ്റെ 25ാമത്തെ വയസ്സിലാണ് സ്വാമി പരമാത്മാ സ്വരൂപാനന്ദജി എന്ന മഹാത്മാവിനെ, ഒരു ഹിമാലയൻ ഗുരുവിനെ എനിക്ക് ആധ്യാത്മിക ഗുരുവായി ലഭിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടുന്നത് മൈസൂർ വെച്ചാണ്. എൻ്റെ യാത്രയിൽ മൈസൂർ വെച്ച് കണ്ടുമുട്ടി. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. അതേക്കുറിച്ചൊക്കെ പിന്നീട് പറയാം. അതിനുശേഷം ഞാനൊരു വിദേശ രാജ്യത്ത് പ്രൊഫസറായി ജോലി ചെയ്യുകയായിരുന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പ്രൊഫസറായി ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ജോലി ലഭിച്ചു. അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ അവിടെ തനിയായിരുന്നു. ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ സാധന, ആധ്യാത്മിക പ്രാക്ടീസ് വളരെ ഇൻറ്റൻസിഫൈഡായിട്ട് ചെയ്തു. മുമുക്ഷുത്വം എന്ന് പറയും. മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ തീഷ്ണമായ ആഗ്രഹം. ആ തീഷ്ണതയോടെ ഞാൻ പരിശീലനത്തിലേക്ക് രാത്രിയിലൊക്കെ വളരെയേറെ സമയം ഭക്ഷണമൊന്നും കഴിക്കാതെ ധ്യാനാവസ്ഥയിലൊക്കെ ഇരുന്നു. ആ സമയത്താണ് ഈ ആധ്യാത്മികത്തിൽ നമുക്കുണ്ടാകുന്ന നിർവിചാര വൈശാരഥ്യേ ആധ്യാത്മ പ്രസാദ എന്ന് പറയും യോഗസൂത്രത്തിൽ, പാതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ. ആധ്യാത്മത്തിൻ്റെ പ്രസാദം നമുക്കുണ്ടാകുന്നു. അഥവാ നമ്മുടെ ചിതാകാശത്ത് നമുക്ക് സ്വരൂപ ദർശനം ലഭിക്കുന്നു. അപ്പോൾ അതിനോടനുബന്ധമായി ഒരു ദിവസം
ഞാനിങ്ങനെ ഒരു കട്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ തല ഉയർത്തി വെക്കാവുന്ന കട്ടിലാണ്. അതിൽ ചാരി ഇരിക്കുകയാണ്, കിടക്കുകയല്ല, തല പുറകോട്ട് ചാരി വെച്ച് കട്ടിലിരുന്ന് കാല് കുറച്ച് നേരം ചമ്രം പടിഞ്ഞിരുന്ന് പിന്നെ കാല് നീട്ടി വെച്ചിരിക്കുക. ഈ സമയത്ത് അതിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ തലയുടെ പെടലിയുടെ ഭാഗത്ത് ഇങ്ങനെ രാത്രിയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ എപ്പോഴോ മയക്കത്തിലേക്ക് പോയി പെടലിക്ക് ഇടർച്ച വന്നു. ഒരു വശത്തേക്ക് മാറിയതിൻ്റെ പേര് എൻ്റെ കഴുത്തിൻ്റെ പെടലിക്ക് നല്ല ഇടർച്ച വന്നു, നല്ല വേദനയുണ്ട്. ആ വേദനയോടുകൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഗുരുവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, കാരണം ടെലിഫോണൊന്നും വന്നില്ല, ഫോൺ സംവിധാനമില്ല. ഈ സമയത്ത് ഞാൻ പല സൈക്കോ ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ജഡസമാധി എന്നൊക്കെ പറയും, ലയസമാധി എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ഞാൻ എൻ്റെ ഗുരുവുമായിട്ട് സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചോദിച്ചു. എന്തൊക്കെയാണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഗുരു എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഗുരു കടലിനക്കരെയാണ്, ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ പെട്ടെന്നതാ എൻ്റെ ചെവിയുടെ അടുത്ത് നിന്ന് ഒരാളിങ്ങനെ സംസാരിക്കുന്നത് നല്ല മുഴക്കത്തിൽ. എൻ്റെ ഗുരുവിൻ്റെ സംസാരം നല്ല മുഴക്കത്തിലാണ്, നല്ല സൗണ്ടിലാണ്. അപ്പം എൻ്റെ ഗുരുവിൻ്റെ സംസാരം ഇങ്ങനെ നല്ല മുഴക്കത്തിൽ എൻ്റെ അടുത്ത് ഇരുന്ന് പറയുക. പക്ഷെ എനിക്ക് തല ചരിക്കാൻ പറ്റുന്നില്ല. തല ഇങ്ങനെ നേരെ ഇരിക്കുന്നു, കഴുത്ത് ചരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ഇടതുവശത്ത് ചെവിയുടെ അടുത്ത് നിന്ന് ഒരാൾ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ കേൾക്കുന്നത് എൻ്റെ ഗുരുവിൻ്റെ ശബ്ദമാണ്. ഗുരു അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടും. അങ്ങനെ എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, സമാധിയുടെ ഏതവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എനിക്ക് വിവരിച്ചു തരികയാണ്. ഞാനിതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാനം എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് ഒരൊറ്റ തിരിക്കൽ. ആ തല ഇങ്ങനെ തിരിഞ്ഞപ്പോഴത്തേനും അതുവരെ എനിക്ക് പെടലിക്കുണ്ടായിരുന്ന വേദന, കഴിഞ്ഞ ദിവസം ഇടർച്ച ഉണ്ടായിട്ട് ഏതാണ്ട് ഒരു ആഴ്ചക്കാലം എൻ്റെ കഴുത്തിനുണ്ടായ ഇടർച്ച മാറി, കഴുത്തിൻ്റെ പ്രശ്നം മാറി. പിന്നീട് അതിന് ശേഷം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ കഴുത്തിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ഒന്ന് തെറ്റിച്ചും. അതിനുശേഷം എനിക്ക് ഈ സമയത്ത് അതിന് മുമ്പായിട്ട് ആധ്യാത്മിക ഉപദേശം ആസ്ട്രൽ ബോഡിയിൽ തന്നു. അപ്പോൾ ഈ പ്രതിഭാസത്തിന് പറയുന്നത് ടെലിപ്പതി എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടെലിപ്പതി, ക്ലെയർവോയൻസ്, സൂക്ഷ്മമായിട്ട്. ഇത് ടെലിപ്പതി കേവലം ടെലിപ്പതി അല്ല, ടെലിപ്പതിക്ക് ഉപരിയായി സൂക്ഷ്മ ശരീരത്തുള്ള സഞ്ചാരമാണ്, സൂക്ഷ്മ ശരീരത്തിൽ യാത്ര ചെയ്തിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ഞാനിതേക്കുറിച്ച് പറഞ്ഞു വന്നത്, ഇത്തരം സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. അതിനുശേഷം പിന്നീട് ഏകദേശം 6 മാസത്തിന് ശേഷമാണ് ഞാൻ ഇന്ത്യയിൽ വരുന്നത്. 6 മാസത്തിൽ വന്നതിന് ശേഷം ഞാൻ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചിരിക്കുകയും എന്നോട് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുകയും ചെയ്തു. ഞാൻ പറയുന്നതിന് മുമ്പ് എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ മൈൻഡിൻ്റെ കപ്പാസിറ്റി, നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റിയുടെ ഒരു 15% അല്ലെങ്കിൽ മാക്സിമം 20% നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ജീനിയസായ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പ്രതിഭാധനന്മാരെന്ന് നമ്മൾ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇങ്ങനെയുള്ളവർ വലിയ ശാസ്ത്രജ്ഞന്മാർ, പ്രതിഭാധനന്മാർ, ഇവരൊക്കെയാണ്. വില്യം ഷേക്സ്പിയർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അനേകം പുസ്തകങ്ങൾ എഴുതിയ സാഹിത്യകാരനായ ഷേക്സ്പിയർ, ഇങ്ങനെയുള്ളവരൊക്കെ മനസ്സിൻ്റെ പവർ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തവരാണ്. അതല്ലാതെയുള്ളവരൊക്കെ ഒരു 15% അതിൽ താഴെ, എന്ന് വെച്ചാൽ 85% നിങ്ങളുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി അൺയൂസ്ഡ് ആണ്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഹ്യൂമൻ മൈൻഡിൻ്റെ പൊട്ടൻഷ്യാലിറ്റി, നമ്മുടെ ബ്രെയിൻ്റെ കപ്പാസിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കപ്പാസിറ്റി അൺഫോൾഡ് ചെയ്തവര്, മാനിഫെസ്റ്റ് ചെയ്തവരാണ് നമ്മുടെ പല മഹർഷിമാരും ഭാരതീയ യോഗിമാരും. അതിലൊരാളാണ് പ്രശസ്തനായ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ഈ ബ്രെയിൻ്റെ കപ്പാസിറ്റി ഒരു പരിധി വരെ ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു യോഗിയാണ്. എന്നാൽ അറിയപ്പെടാത്ത അങ്ങനെ അനേകം മഹാത്മാരും സിദ്ധന്മാരുമുണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കിക് പവേഴ്സ് നമ്മളിൽ എല്ലാവരിലും ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ നമുക്ക് ഈ 85% ഏതാനും പെർസെൻറ്റേജ് എങ്കിലും ഒരല്പം കൂടി നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതഗതി തന്നെ മാറും. നമ്മുടെ ലൈഫിൻ്റെ
ലൈഫിൽ നമുക്ക് ട്രമൻഡസ് ആയ വ്യത്യാസമുണ്ടാകും. അപ്പൊ ഇവിടെയാണ് നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന കുണ്ടലിനി ശക്തി എന്ന ഡിവൈൻ പവർ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഉണർത്തി ആ ദിവ്യ ചൈതന്യത്തിന്റെ പ്രയാണം നമ്മൾ ത്വരിതപ്പെടുത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ സെൽസിൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു, ബ്രെയിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു. അപ്പോൾ ചിലരൊക്കെ എന്നോട് ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കുകയുണ്ടായി, കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? ഇതിൻ്റെ ഒരു പ്രയോജനമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്കുണ്ടാകുന്ന സൈക്കിക് പവേഴ്സ്, സിദ്ധികൾ, മൈൻഡിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു. എന്നാൽ അത്രത്തോളം ഒന്നും പോയില്ലെങ്കിൽ തന്നെ നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിയിൽ വ്യത്യാസം വരുന്നു, ബ്രെയിന് സ്റ്റിമുലേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവലിൽ വ്യത്യാസം വരും, നിങ്ങളുടെ ഏകാഗ്രതയിൽ വ്യത്യാസം വരും, നിങ്ങളുടെ മൈൻഡിൻ്റെ പവറിൽ വ്യത്യാസം വരും, നിങ്ങളുടെ മെമ്മറി പവറിൽ വ്യത്യാസം വരും, ലൈഫിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വരും, ഡിഫറൻസ് ഇൻ യുവർ പെർസെപ്ഷൻ. അപ്പോൾ ഓൾ ടുഗദർ നിങ്ങളൊരു പുതിയ വ്യക്തിയായിട്ട് മാറും. അപ്പോൾ നിരവധി ആൾക്കാർ ഡെയിലി എന്നെ വിളിച്ച് പലവിധമായ തടസ്സങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഗുരുജി, ഞങ്ങൾക്ക് ഇത്തരം തടസ്സങ്ങളുണ്ട്, ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ജോലിയിൽ തടസ്സം, ജീവിതത്തിൽ തടസ്സം, ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഇങ്ങനെ പല രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. ആ തടസ്സങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമുക്ക് വരുന്ന ദിവസത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് കാണാം, അപഗ്രഥിക്കാം. എന്നാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താണ്? ഹൗ ടു യൂസ് ദ പവർ ഓഫ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിന്റെ കപ്പാസിറ്റി നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? ആൻഡ് ഹൗ ടു ട്രെയിൻ യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം? നിങ്ങൾ നല്ല എക്സ്പേർട്ടായ ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ വണ്ടി യാത്ര ചെയ്യുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർമാരും കാറിൻ്റെ ഡ്രൈവർമാരൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടും ചിരിച്ചുകൊണ്ടും ചില സമയത്ത് മൊബൈലിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടും, മൊബൈലിൽ സംസാരിക്കുന്നത് നിയമവിരുദ്ധമാണ്, എന്നാലും ചിലർ സംസാരിച്ചുകൊണ്ടും ഒക്കെ ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ അവർ ഡ്രൈവ് ചെയ്യുകയാണെന്ന് അവർക്ക് പോലും തോന്നുന്നില്ല. വളരെ ആയാസരഹിതമായി ഇടയ്ക്ക് അവർ ബ്രേക്ക് ചവിട്ടുന്നു, തിരിക്കുന്നു, ഓണടിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇത് അവരുടെ ഉപബോധ മനസ്സിലൊരു പ്രോഗ്രാമിങ് നടന്നിരിക്കുക. എന്നാൽ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾ അങ്ങനെയാണോ വണ്ടി ഓടിക്കുക? അല്ല. ആദ്യമായി ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ അതിൻ്റെ സ്റ്റിയറിങ്ങിൽ വളരെ ബലത്തിൽ പിടിക്കുന്നു, അയാൾ ബോധപൂർവം ബ്രേക്ക് ചവിട്ടണം, എല്ലാ കാര്യങ്ങളും ഓരോന്നും ബോധപൂർവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം. അപ്പം ഇങ്ങനെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ താളക്രമം അനുസരിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അനായാസമായിരിക്കും. നമുക്ക് പ്രയത്നം ആവശ്യമില്ല, വളരെ നിസ്സാരമായിട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉപബോധ മനസ്സാണ് നിർണ്ണയിക്കുന്ന, ബോധ മനസ്സല്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്താ, നമ്മൾ വണ്ടിയുടെ ബോഡിയൊക്കെയാണ് കാണുന്നത്, പക്ഷെ അതിൻ്റെ അകത്ത് പ്രവർത്തനം നടക്കുന്നത് എന്താ? വണ്ടിയുടെ എഞ്ചിനാണ്. ആ എഞ്ചിന് കപ്പാസിറ്റി ഉണ്ടെങ്കിലേ വണ്ടി മുന്നോട്ട് പോകൂ. എഞ്ചിൻ്റെ അകത്ത് ഇന്ധനം വേണം അല്ലേ? അപ്പൊ എഞ്ചിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ വണ്ടി മുന്നോട്ട് പോവില്ല. എന്ന് പറഞ്ഞതുപോലെ കാണുമ്പോൾ എന്താ, വണ്ടിയുടെ ബോഡിയാണ്. കാറായാലും ബസ്സായാലും നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് ബോഡിയാണ്, അതിൻ്റെ സ്റ്റിയറിംഗ് ആണ്, അതിൻ്റെ ഓണാണ്, മറ്റ് സീറ്റൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിന് മുന്നോട്ട് പോകുവാനുള്ള ശക്തി കൊടുക്കുന്നത് എന്താണ്? ഇതിൻ്റെ എഞ്ചിനാണ്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ പവറാണ് നിങ്ങളുടെ ജീവിതം നിർണ്ണയിക്കുന്നത്. If your subconscious mind is powerful and disciplined and systematic, definitely you will achieve your life. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളുടെ ഉപബോധ മനസ്സ് ട്രെയിൻഡ് ആണെങ്കിൽ, ശക്തമാണെങ്കിൽ, സിസ്റ്റമാറ്റിക് ആണെങ്കിൽ തീർച്ചയായും ജീവിത വിജയം നിങ്ങളുടേതാണ്. അപ്പോൾ ജീവിതത്തിൽ വിജയം വരിച്ചവരും പരാജയപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഹാർഡ് വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതിനു മാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല. നിങ്ങളൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചവരാണ്. അപ്പോൾ
സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മൈൻഡ് ട്രെയിനിങ്ങിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. നമ്മൾ ഇന്നും ബ്രിട്ടീഷുകാരുടെ ഹിസ്റ്ററിയും ഡൽഹൌസി പ്രഭുവിൻ്റെ വർണ്ണപരിഷ്കാരവും പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ വർണ്ണപരിഷ്കാരവും സൈൻ തീറ്റയും കോസ് തീറ്റയും കാലി തീറ്റയും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹൗ ടു ട്രെയിൻ യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിനെ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം, എങ്ങനെ ലൈഫ് സ്കിൽ, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ട്രെയിനിങ് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളിങ്ങനെ വൈകുന്നേരം മുതൽ തോണി തുഴയുകയായിരുന്നു. വൈകുന്നേരം മുതൽ തോണി തുഴയി അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. നേരം വെളുത്തിട്ടും തോണി അക്കരെ എത്തുന്നില്ല. ഇദ്ദേഹം തുഴഞ്ഞുകൊണ്ടേയിരുന്നു. സൂര്യപ്രകാശം വന്നു കഴിഞ്ഞപ്പോൾ നോക്കി, എന്താ സംഭവം, അക്കരെ എത്തുന്നില്ല. കാരണം തോണി തുഴയുന്നത് സംഗതി കെട്ടിയിട്ടിട്ടാണ്. തോണി കെട്ടിയിട്ടിട്ട് രാത്രി മുഴുവൻ തുഴഞ്ഞു. അപ്പോൾ നേരം വെളുത്തപ്പോഴും വഞ്ചി പിന്നെയും തിരുനക്കരൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ പിന്നെയും അവിടെ തന്നെയാണ്, നീങ്ങിയിട്ടില്ല ഒരടി പോലും. അപ്പോൾ ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ കെട്ടുകൾ അഴിയണം. അതിനെ ചിത്തശുദ്ധി എന്ന് പറയും യോഗശാസ്ത്രത്തിൽ. ചിത്തം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കളക്റ്റീവ് മൈൻഡാണ്. ആധുനിക മനഃശാസ്ത്രത്തിൽ ഇതിന് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നൊക്കെ പറയും. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇത് മൂന്നും കൂടെ കൂടുന്നതിന് കളക്റ്റീവായിട്ട് നമ്മുടെ സംസ്കൃതത്തിൽ ഗുരുക്കന്മാർ പറഞ്ഞ വാക്കാണ് ചിത്തം. അപ്പോൾ ചിത്തശുദ്ധിയിലാണ് നമ്മളുടെ മനസ്സിൻ്റെ പവർ ആരംഭിക്കുന്നത്, നമ്മുടെ കുണ്ടലിനി പവറിൻ്റെ ആക്ടിവേഷൻസ് ആരംഭിക്കുന്നത്. കുണ്ടലിനി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള പ്രൈമോഡിയൽ എനർജിയാണ്, ദിവ്യമായ ഊർജമാണ്. ഈ ഊർജത്തിൻ്റെ പ്രയാണം നടക്കണമെങ്കിൽ ഇത് സിംബോളിക്കാണ്. ചിലവർ 3 ചുറ്റ് സർപ്പം അവിടെയുണ്ട്, മൂലാധാര ചക്രം എന്ന് പറയും, ഏറ്റവും അടിയിൽ, നട്ടലിൻ്റെ അടിയിൽ. അവിടെ സർപ്പമൊന്നും ഇരിപ്പില്ല. ഇതൊരു സിംബോളിക്കാണ്, മനസ്സിലായില്ലേ? ഇതൊരു പവറിനെ നമ്മൾ സിംബോളിക്കായി കാണിക്കുന്നതാണ് സർപ്പശക്തി എന്ന രൂപത്തിൽ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൻ്റെ പവറാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കുണ്ടലിനി പവർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നിങ്ങളുടെ ഉപബോധ മനസ്സിലാണ്, നിങ്ങളുടെ മൈൻഡ് പവറാണ്. ഈ മൈൻഡ് പവറിനെ നമ്മൾ ഊർജ രൂപേണ ആക്ടിവേറ്റ് ചെയ്തെടുക്കുകയാണ്, ഓരോ ചക്ര ടു ചക്ര. അങ്ങനെ നിങ്ങളുടെ ഉപബോധ മനസ്സിലുള്ള അറകൾ ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറേ അറകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അല്ലെ? അറകളിൽ കുറേ നിധി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ നിധികൾ ഒളിഞ്ഞിരിക്കുകയാണ്. നിധികൾ മാത്രമല്ല, അവിടെ കുറേ ദുർഭൂതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ നിധി എടുക്കണമെങ്കിൽ നിധിക്ക് കാവലായിട്ട് ഈ പറഞ്ഞ സർപ്പവും ഭൂതവും ഒക്കെ ഉണ്ടെന്ന് കഥകളിൽ പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള നിധികൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയുള്ള ഭൂതത്താന്മാരെ ആദ്യം പുറത്താക്കണം. ഈ ഭൂതത്താന്മാർ ആരൊക്കെയാണ്? ഈ ഭൂതത്താന്മാരാണ് നമ്മുടെ കുശുമ്പ്, അസൂയ, ദേഷ്യം, വൈരാഗ്യം, വിദ്വേഷം, കലഹപ്രവണത, അക്രമവാസന. ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുർഭൂതങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അടിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവൻ്റെ പരിപാടി അയൽവക്കത്തെ വീട്ടിലേക്ക് നോക്കുക എന്നുള്ളത്. അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ ഒന്നും വല്ല ന്യൂസ് കിട്ടുമോ, അവിടെ ആരെങ്കിലും വരുമോ? അപ്പോൾ ഇവൻ ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, എൻ്റെ മനസ്സ് കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ ആന്തരികമായി നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഈ ഭൂതത്താന്മാരെയെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായി പുറത്താക്കുന്ന ഈ മാർഗത്തിനാണ് നമ്മൾ സാധന, ആധ്യാത്മിക സാധന എന്ന് പറയും, അല്ലെങ്കിൽ യോഗ സാധന എന്നൊക്കെ പറയുന്നത്. അതിനുള്ള മെത്തേഡാണ് നമ്മുടെ കുണ്ടലിനി ധ്യാനം. സംഗതി മനസ്സിലായോ എന്താ നടക്കുന്നത്?